ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ വയനാട്ടിലെ മേപ്പാടിയിലുള്ള 900 കണ്ടി എക്കോ പാർക്കാണ്. ഇവിടെ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ്, ഓഫ് റോഡ് ജീപ്പ് സഫാരി, സ്കൈ വോക്സ് അങ്ങനെ ഒരുപാട് അഡ്വഞ്ചേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് പോകാനുള്ള ജീപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം അല്ലേ ഓഫ് റോഡ് എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുക എന്ന്. ഓഫ് റോഡ് അടിപൊളിയാണ് കേട്ടോ. ഓർത്തോ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത്തിരി പാടായിരിക്കും. ഫൈനലി നമ്മളിവിടെ എത്തി, പേയ്മെൻ്റ് ഒക്കെ ചെയ്തു. ഇപ്പം നമ്മൾ ആദ്യം പോകുന്നത് ആർച്ചറി ഷൂട്ടിംഗ് ആൻഡ് റൈഫിൾ ഷൂട്ടിങ്ങിലാണ്. ഇതിൽ നമ്മൾ ആർച്ചറി ഷൂട്ടിങ്ങിന് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. റൈഫിൾ ഷൂട്ടിങ്ങിന് അവിടെ ചെന്നിട്ട് പേയ്മെൻറ്റ് ചെയ്യണം. രണ്ടുപേരും നല്ലതായിട്ട് വലിക്കണേ. ഒന്നൂടെ ഫോക്കസ്. നന്നായിട്ട് വലിച്ചിട്ട് സ്ട്രെച്ച് ചെയ്യടി. ഷൂട്ടിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരു ഊഞ്ഞാലൊക്കെ ആടിയിട്ട് അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. നെക്സ്റ്റ് നമ്മൾ പോയത് ട്രീ ടോപ്പ് വ്യൂവിലേക്കാണ്. അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ഒരു മരത്തിൻ്റെ മുകളിൽ നമ്മൾ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് 360 ഡിഗ്രിയിൽ നല്ല അടിപൊളി കാഴ്ചകളാണ് കാണുന്നത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷനാണ് ഈ 100 അടിയുള്ള ഗ്ലാസ് ബ്രിഡ്ജ്. സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ 100 ഫീറ്റുള്ള ഗ്ലാസ് ബ്രിഡ്ജ് ഇതാണ്. ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ടുള്ള ഒരു പ്രോബ്ലം, തല വരെ വരത്തുള്ളൂ. എന്ത് കാര്യത്തിനും ആദ്യം ഞാൻ ചാടി ഇറങ്ങുമെന്ന് പറഞ്ഞാലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും താഴത്തെ ആ കാടൊക്കെ മാറി താഴ്ച കാണാൻ തുടങ്ങിയപ്പോൾ ഞാൻ പതുക്കെ പുറകോട്ടായി. താഴേക്ക് നോക്കിക്കഴിഞ്ഞെന്നാൽ വനമാണ്, ഫുള്ള് പച്ചപ്പാണ് കാണാൻ പറ്റുക. നമുക്ക് മരങ്ങളിലേക്ക് മേളിൽ നിൽക്കുന്നത് പോലെ തോന്നും. നേരെ നോക്കിയാൽ മേഘങ്ങളും മലനിരകളും ഒക്കെ ആയിട്ട് സുന്ദരമാണ് കാണാനായിട്ട്. നമുക്കൊത്തിരി ഫോട്ടോസൊന്നും എടുക്കാൻ ടൈം കിട്ടിയില്ല, കാരണം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, പീക്ക് ടൈമായിരുന്നു. നെക്സ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഫ്ലവർ ഷോ ആണ്. വയനാട് അമ്പലവയലിലെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി റീജിയണൽ അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷനിലാണ് ഇത് നടത്തപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ആനുവൽ ഫ്ലവർ ഷോ ആണ് പൂപ്പൊലി. ജാനുവരി 1 തൊട്ട് 15 വരെയാണ് ഇത് നടത്തപ്പെടുന്നത്. നമ്മളപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് അനവധി പലതരം ടൈപ്പിലുള്ള സസ്യങ്ങളും പൂവുകളും ഒക്കെ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഇമ്പോർട്ടഡ് ആൻഡ് റെയർ പ്ലാന്റ്സ് ഒക്കെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പെറ്റ് ഷോസും ഇതിനകത്തുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമാണെങ്കിൽ നമുക്ക് മേടിക്കാനായിട്ടുള്ള സ്റ്റാളും ഉണ്ട്. നമ്മൾ ഒരു 5 ഐറ്റം മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വന്നപ്പോൾ ഇവന്മാർ 3 പേരും കൂടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. നമ്മളെ കണ്ടപ്പോൾ ചാടി എണീറ്റ്. ഇദ്ദേഹം ഇവിടെ കിടന്ന് നല്ല ഉറക്കമാണ്, എത്ര വിളിച്ചിട്ടും നോക്കുന്നില്ല. ഇവിടെ നമുക്ക് പാമ്പ്, ഇഗ്വാന, മുയലുകൾ, പലതരത്തിലുള്ള പക്ഷികൾ അങ്ങനെയൊക്കെ കാണും. ഇനി നമുക്ക് കുറച്ച് ഗെയിംസ് കാണാം അല്ലേ. എനിക്കൊന്നും കിട്ടിയില്ല വിപിനെ. അടുത്തതായി വിപിൻ്റെ റോളർ കോസ്റ്റർ എക്സ്പീരിയൻസ് നമുക്ക് കാണാവേ. ആണോ? കണ്ണടച്ച് പിടിക്കല്ലേ. കണ്ണടച്ച് പിടിക്കല്ലേ. മതിയാ?
എനിക്കറിയാം നീ ഇവിടെ ആയപ്പോൾ കാണിക്കും. ക്ഷീണം തീർക്കാൻ കുറച്ച് സ്നാക്സ് ആവാം അല്ലേ. ഇതൊക്കെയാണ് ഞങ്ങൾ മേടിച്ചത്. ഇനി നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഇവിടെയും കുറച്ച് കടകളൊക്കെ ഉണ്ട്. നമ്മളിവിടെ നല്ല വിലക്കുറവിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ചെടിച്ചട്ടികൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ലാഭത്തിന് കിട്ടി. ഇനി നമ്മൾ ശരിക്കും പോയത് നമ്മുടെ പ്ലാനിലൊന്നും ഉണ്ടായിരുന്നിരുന്ന ഒരു സ്ഥലമല്ല. 2024 ജൂലൈ 30 ഒരു ഉരുൾപൊട്ടലിൽ തകർന്നു പോയ ചൂരൽമല പ്രദേശത്തേക്കാണ് നമ്മൾ പോയത്. രക്ഷാപ്രവർത്തനം നടത്താനായിട്ട് സൈന്യവും ഫയർഫോഴ്സും നിർമ്മിച്ച പാലമാണ് ഈ കാണുന്നത്. പുഴയ്ക്ക് കുറുകെയുള്ള പാലം ഒലിച്ചു പോയിരുന്നു. ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും ആ ദുരന്തത്തിൻ്റെ ബാക്കിപത്രമായ ബിൽഡിങ്ങുകളും ഒക്കെ. ഇത് സ്കൂളാണ്. ശക്തമായ ഒഴുക്കിൽ പുഴ ദിശ മാറി ഒഴുകുകയും അതിവിടുത്തെ നാശനഷ്ടങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ മനസ്സിൽ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ: ഇനിയും ഇങ്ങനെയൊന്ന് നമ്മുടെ നാടിനെ നശിപ്പിക്കരുത്. സമയം ഒരുപാട് വൈകി തുടങ്ങിയിരിക്കുന്നു. ഇന്നത്തെ യാത്രകൾ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ഇവിടെ അടുത്തൊരു റൂം എടുക്കണം, ഫ്രഷ് ആവണം, ഉറങ്ങി നാളെ നേരത്തെ എണീക്കണം. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന റൂം ഇവിടെ അടുത്ത് തന്നെയാണ്. ഇത് പാർക്കിംഗ് സ്പേസ് ഉള്ളതാണ്. പിന്നെ നമ്മുടെ റൂമിനകത്തെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ബെഡും ടേബിളും ഒക്കെ തന്നിട്ടുണ്ട്. ബാത്റൂം വെളിയിലാണ്. ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ നല്ല അടിപൊളിയാണ് കാണാനായിട്ട്. അപ്പോൾ ശരി, നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.